നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മുന്നേറ്റത്തിൽ കിലിയൻ എംബാപ്പെ പരിക്കേറ്റ് പുറത്താണ്. കൂടാതെ ഇപ്പോൾ ഡിഫൻസിൽ വീണ്ടും പരിക്ക് പറ്റിയിരിക്കുന്നു. റൗൾ അസെൻസിയോയുടെ കാര്യത്തിൽ ഒഫീഷ്യൽ മെഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. താരം ഗരാഫയ്ക്കെതിരെ കളിക്കില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി റയലിൻ്റെ സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ആരൊക്കെയാണ് ബാക്കിയുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ബെൻഫിക്കയ്ക്കെതിരെയുള്ള വെഫ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരത്തിനിടക്കാണ് അസെൻസിയോക്ക് പരിക്ക് പറ്റിയത്. പരിക്കെന്ന് പറഞ്ഞാൽ അത് കമവിംഗയുമായിട്ടൊരു കൊളീഷനായിരുന്നു. അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സംഗതി അത്ര സീരിയസ് അല്ല, നെക്ക് ഇഞ്ചുറിയാണ് എന്ന് അന്ന് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അർബിലോവ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലും റയൽ മാഡ്രിഡ് പറയുന്നത് നെക്ക് ഇഞ്ചുറിയാണ്, അദ്ദേഹം പുറത്തിരിക്കും. പക്ഷേ എന്ന് മടങ്ങിയെത്തുമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പറയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ റിക്കവറി മോണിറ്റർ ചെയ്യുമെന്നാണ് ഒഫീഷ്യൽ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. ആ മെഡിക്കൽ റിപ്പോർട്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടീം പ്ലെയർ റൗൾ അസെൻസിയോയുടെ കാര്യത്തിൽ മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തി. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അദ്ദേഹത്തിന് സെർവിക്കൽ മസിൽ സ്ട്രെയിനാണ് സംഭവിച്ചിരിക്കുന്നത്. ഹിസ് റിക്കവറി വിൽ ബി മോണിറ്റേർഡ് എന്നാണ് അറിയിക്കുന്നത്. അപ്പോൾ എത്ര നാൾ അദ്ദേഹം പുറത്തിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു റിക്കവറിക്കനുസരിച്ചായിരിക്കും, എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു ട്രീറ്റ്മെൻറ്റുകളോട് എന്നനുസരിച്ചായിരിക്കും അത് അറിയാൻ കഴിയുക. ഏതായാലും ഇപ്പോൾ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം ഗെറ്റാഫയ്ക്കെതിരെ. അപ്പോൾ ആ മത്സരത്തിന് എന്തായാലും താരം ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. അതിനുശേഷം ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോഴേക്കും ഫുള്ളി റിക്കവർ ആവുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. തിങ്കളാഴ്ചയാണ് ഗെറ്റാഫയ്ക്കെതിരെയുള്ള കളി. അത് കഴിഞ്ഞ് മാർച്ച് 7 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 സെൽറ്റ വിഗോക്കെതിരെ കളിയുണ്ട്. മാർച്ച് 12 മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരം സാന്റിയാഗോ ബെർണാബൂവിൽ നടക്കുക. ഇപ്പോൾ ഗെറ്റാഫയ്ക്കെതിരെയുള്ള ഈ മത്സരം തിങ്കളാഴ്ച നടക്കാനുള്ള മത്സരത്തിന് റയൽ മാഡ്രിഡിൻ്റെ നിരയിൽ സെൻട്രൽ ബാക്കുമാരായിട്ട് അവശേഷിച്ചിട്ടുള്ളത് 2 താരങ്ങളാണ്. അത് തീർച്ചയായിട്ടും റൂഡിഗറും അലാബയും മാത്രമാണ് എന്ന് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ബെല്ലിംഗാം പുറത്താണ്. ബെല്ലിംഗാം സിറ്റിക്കെതിരെയും കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ മുന്നേറ്റത്തിൽ എംബാപ്പെ പുറത്താണ്. കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിനിടക്ക് ഡിഫൻസിൽ വീണ്ടും ഒരു പരിക്ക് കൂടി പറ്റിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.